ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമ്മുടെ പഴയ ഫോണിലുള്ള അതേ വാട്സപ്പിനെ ആ ചാറ്റുകൾ ഉൾപ്പെടെ മുഴുവനായിട്ടും നമുക്ക് പുതിയ ഫോണിലോട്ട് എങ്ങനെ മാറ്റിയെടുക്കാം, ആ നമ്പറിൽ തന്നെ നമ്മളുടെ ചാറ്റുകൾ മുഴുവൻ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് വാട്സപ്പ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുതിയ വാങ്ങിയിരിക്കുന്ന ഫോണിലും ഇതേ രീതിയിൽ തന്നെ വാട്സപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പുതിയ വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആ ഒരു വാട്സപ്പ് ചിലപ്പം അപ്ഡേറ്റഡ് ആയിരിക്കില്ല. വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുതിയ ഫോണിലെ വാട്സപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് പഴയ ഫോണിൻ്റെ അതേ നമ്പർ തന്നെ, പഴയ ഫോണിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാട്സപ്പ് തന്നെ ഈ ഒരു പുതിയ ഫോണിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ചാറ്റ് ഹിസ്റ്ററികളടക്കം മുഴുവനും നമുക്ക് അതേ രീതിയിൽ തന്നെ പകർത്തി മറ്റ് പുതിയ ഉപയോഗിക്കുന്ന ഫോണിലോട്ട് അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ചാറ്റുകളോ ചാറ്റ് ഹിസ്റ്ററികളോ ഉണ്ടോ അതെല്ലാം ഇതിനകത്തോട്ട് കൊടുക്കാം. നമ്പർ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓപ്ഷൻ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അതിനകത്തായിരിക്കും നമ്മുടെ സിം കിടക്കുന്നതെങ്കിൽ ആ ഒരു ഫോണിലോട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു കോഡ് 5 അക്കം മാത്രം നമ്മൾ എൻ്റർ ചെയ്യുക. 6 അക്ക നമ്പറാണ് OTP വരുന്നത്. അതിൽ 5 അക്കം മാത്രം എൻ്റർ ചെയ്യുക. പഴയ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ചാറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. 2 ഫോണും വൈഫൈ കണക്ട് ചെയ്തിരിക്കണം. ഒരേ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കണം കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ഫോണിൽ OTP കംപ്ലീറ്റ് ചെയ്യാതെ നെക്സ്റ്റ് കംപ്ലീറ്റ് ലാസ്റ്റത്തെ ആ ഒരു അക്കവും കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് എല്ലാ പെർമിഷനും അലോ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു QR കോഡിൻ്റെ ആദ്യത്തെ ആ ഒരു ഫോണിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പുതിയ ഫോണിൽ നമുക്ക് QR കോഡിൻ്റെ ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് അതിലോട്ട് സ്കാൻ ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ റൺ ചെയ്യുന്ന കാണാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസാക്ഷൻ ആരംഭിക്കുന്ന കാണാം. ഒരു കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് നമുക്ക് താഴെ കാണാം. എത്ര ശതമാനം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, നമുക്ക് എത്രമാത്രം ഡാറ്റ കൂടുതലുണ്ടോ അത്രയും ടൈം എടുക്കും. നമ്മൾ വർഷങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ്, അതിനകത്ത് ഒരുപാട് ഡാറ്റകളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സമയം എടുക്കും. ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആദ്യത്തെ ഫോണിൽ ഡൺ കൊടുത്തതിന് രണ്ടാമത്തെ ഫോണിൽ നമ്മൾ പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രൊഫൈൽ പിക്ചറൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ പഴയ പ്രൊഫൈൽ തന്നെ മതിയെങ്കിൽ അത് തന്നെ കൊടുക്കുക. നിങ്ങളുടെ പേര് ഏതാണോ നിങ്ങൾ ആദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇതിൽ പേര് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കീ ഒക്കെ എനേബിൾ ചെയ്യാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഫോണിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ചാറ്റുകൾ, എങ്ങനെയൊക്കെ ചാറ്റ് ഉണ്ടായിരുന്നോ അതെല്ലാം മുഴുവനായിട്ടും ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.